ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ റെയർ ഇവൻറ്റ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് ആക്സിഡൻസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് എ പോയിന്റ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്പർ ഓഫ് മിസ്റ്റേക്സ് ഇൻ എ വെൽ ഡിഫൈൻഡ് വെൽ എഡിറ്റഡ് ബുക്ക്, അതുപോലെ നമ്പർ ഓഫ് ഫോൺ കോൾസ് റിസീവിങ്. അങ്ങനെ റെയർ ഈവൻസിനെ മോഡൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാനും പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡയാണ്. ഈ ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ നമ്പർ ഓഫ് ഒക്കറൻസ് ആണ് നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. സോ ഇഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ലാംഡ, then its probability mass function is equal to lambda power x e power minus lambda divided by x factorial. X will take the value 0, 1, 2 etc. and lambda greater than 0 otherwise. Okay, ഇവിടെ x ന്റെ വാല്യൂ 0, 1, 2 etc. ആണ്. ഇഷ്ടംപോലെ വാല്യൂസ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ്. മീൻ നമുക്കറിയാം, ഒരു റാൻഡം വേരിയബിളിന്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി ഒബ്റ്റൈൻ ത്രൂ എക്സ്പെക്ടേഷൻ. ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇവിടെ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എക്സും ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. Therefore expectation of x is equal to summation over x into probability of x equal to x. ഓക്കെ, നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞൊരു പോസോൺ റാൻഡം വേരിയബിൾ ആണ്. അത് കാരണം തന്നെ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് summation over x equal to 0 to infinity x into lambda power x e power minus lambda divided by x factorial. Okay, this is equal to നമുക്ക് e power minus lambda എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. അപ്പൊ എന്തുണ്ടാവും? e power minus lambda summation over x equal to 0 to infinity x into lambda power x divided by x factorial. This is equal to e power minus lambda summation over x equal to 0 to infinity. നമുക്ക് ഇവിടെ ഈ എക്സ് ഫാക്ടോറിയൽ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എഴുതാം. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ലാംഡ പവർ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. സോ ഇതും ക്യാൻസൽ ആയിപ്പോ. ബാക്കി എന്തുണ്ട്? ദിസ് ഇസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ലാംഡ സമ്മേഷൻ ഓവർ, ഇവിടെ നമുക്കറിയാം എക്സിന്റെ വാല്യൂ 0 to ഇൻഫിനിറ്റി ആണ് തന്നിരിക്കുന്നത്. പക്ഷേ എക്സ് 0 ആകുമ്പോൾ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എന്തായിരിക്കും? -1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അത് കാരണം തന്നെ എക്സ് വിൽ ടേക്സ് ദ വാല്യൂ ഫ്രം 1 to ഇൻഫിനിറ്റി ലാംഡ പവർ എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഇ പവർ മൈനസ് ലാംഡ, ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ലാംഡയെ നമുക്ക് വെളിയിലെടുക്കാം. ലാംഡ summation over x equal to 1 to infinity lambda power x minus 1 divided by x minus 1 factorial എഴുതാം. അതായത് ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലോട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ലാംഡ വെളിയിലെടുത്തു. സോ ഈ ലാംഡ വെളിയിലുണ്ട്. ബാക്കി summation x equal to 1 to infinity lambda power x minus 1 this one ആണ്. Okay, therefore expectation of x is equal to e power minus lambda into എക്സ് 1 ആകുമ്പോൾ എന്തായിരിക്കും വാല്യൂ? ലാംഡ പവർ 1 മൈനസ് 1 0, ലാംഡ പവർ 0 1 ആണ്. എക്സ് മൈനസ് 1 എന്ന് വെച്ചാൽ 1 മൈനസ് 1 0 ഫാക്ടോറിയലാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് 2 ആകുമ്പോൾ എന്ത് വരും? ലാംഡ പവർ 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ ലാംഡ 3 ബൈ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. This is equal to, right, e power minus lambda into ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ ലാംഡ ആണ്.
എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നത്? ബിക്കോസ് ഇ പവർ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ആണ്. ഓക്കെ, ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു റൈറ്റ് ലാംഡ ഇൻറ്റു ഇ പവർ മൈനസ് ലാംഡ പ്ലസ് ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ. Therefore, expectation of x അല്ലെങ്കിൽ expectation of a Poisson random variable is equal to lambda. This is the mean value of lambda. ഇനി നമുക്ക് Poisson distributionന്റെ വേരിയൻസ് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Variance of x is equal to expectation of x square minus expectation of x whole square. അല്ലേ? This is the definition, which is equal to expectation of x square minus expectation of x എന്ന് വെച്ചാൽ എന്താണ്? ലാംഡ ആണ്. തൊട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് മീൻ എങ്ങനെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ലാംഡ ആയത് നമുക്ക് ലാംഡ ആയത് കാരണം തന്നെ നമുക്ക് ഇതിനെ ലാംഡ സ്ക്വയർ എഴുതാൻ പറ്റും. ഇറ്റ്സ് ഈക്വൽ ടു 1. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ഡിറൈവ് ചെയ്ത ഏകദേശം അതേ മെത്തേഡ് പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് x square can be written as expectation of x into x minus 1 plus x. ഇങ്ങനെ എഴുതാൻ പറ്റും. കാരണം ഇത് നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ്, അപ്പം എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു റൈറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 plus expectation of x. This is equal to expectation of x into x minus 1 plus lambda because expectation of x equal to lambda. നമ്മൾ already derive ചെയ്തതാണ്. Okay. This is equal to നമുക്ക് ഇവിടെ ഇനി എക്സ്പെക്ടേഷന്റെ ഡെഫിനിഷൻ ഉപയോഗിക്കാം. This is equal to summation over x equal to 0 to infinity x into x minus 1 probability of x equal to x plus lambda. This is equal to നമുക്കറിയാം നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് Poisson distribution ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിളിന്റെ വേരിയൻസ് ആണ്. അത് കാരണം തന്നെ അതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാംഡ പവർ എക്സ് ഇ പവർ മൈനസ് ലാംഡ ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് പ്ലസ് ലാംഡ. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇ പവർ മൈനസ് ലാംഡേനെ വെളിയിൽ എടുക്കാം. അതുപോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ലാംഡ പവർ എക്സ് ഡിവൈഡ് ബൈ നമുക്ക് ഈ എക്സിനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ വേരിയൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ടാണ് നമുക്ക് എക്സ് ഫാക്ടോറിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഫാക്ടോറിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇൻ പ്ലസ് ലാംഡ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്തുനിന്ന് ഇതും ക്യാൻസൽ ആയി പോകും. അതുപോലെ ലാംഡ പവർ എക്സിൽ നിന്നും ഒരു ലാംഡ സ്ക്വയറിനെ വെളിയിലെടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ പവർ മൈനസ് ലാംഡ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ലാംഡ പവർ എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ പവർ എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഹോൾ ഫാക്ടോറിയൽ. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇ പവർ ലാംഡ എന്ന് പറഞ്ഞ ഫോമിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. This is equal to lambda square e power minus lambda. പിന്നെ നമുക്കറിയാം ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ -2 ഫാക്ടോറിയൽ നോട്ട് ഡിഫൈൻഡ്. എക്സിന്റെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ -1 ഫാക്ടോറിയൽ ദാറ്റ്സ് ഓൾസോ നോട്ട് ഡിഫൈൻഡ്. സോ ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി lambda power x minus 2 divided by x minus 2 factorial. Right? So this is equal to lambda e power minus lambda 1 plus lambda equal to x equal to 2 ആയി കഴിഞ്ഞാൽ ഇത് 1 ആകും. then x equal to 3 ആകുമ്പോൾ lambda divided by 1 factorial ആകും. plus x 3 ആകുമ്പോൾ x 4 ആകുമ്പോൾ lambda square divided by 2 factorial ആകും. x 5 ആകുമ്പോൾ lambda cube divided by
3 factorial ആകും plus etc. This is nothing but lambda square into e power minus lambda into e power lambda. ഇവിടെ lambda square ഉണ്ട് കേട്ടോ. lambda square into e power minus lambda into e power lambda which is equal to, അതുപോലെ ഇവിടെ ഒരു പ്ലസ് ലാംഡ വരുന്നുണ്ട്, ഒരു പ്ലസ് ലാംഡ which is equal to lambda square e power minus lambda plus lambda which is equal to lambda square plus lambda. This is equation number 2. Okay. Now apply equation 2 in 1. Apply equation 2 in 1. Equation 1 എന്തായിരുന്നു? Variance of x is equal to expectation of x square minus lambda square എന്നായിരുന്നു. This is equal to equation 2 ലും നമുക്കറിയാം expectation of x square എന്ന് വെച്ചാൽ lambda square plus lambda ആണ് അല്ലേ? So lambda square plus lambda minus lambda square which is equal to lambda. Therefore, if x follows Poisson distribution with the parameter lambda, then variance of x അല്ലെങ്കിൽ variance of a Poisson distribution with parameter lambda is equal to lambda. ഇതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Poisson ഡിസ്ട്രിബ്യൂഷനിൽ മീനും വേരിയൻസും ഈക്വൽ ആണ്. ഓക്കെ, കാരണം മീനും വേരിയൻസും ലാംഡ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആയിരുന്നു. ഇവിടെ മീനും വേരിയൻസും ഈക്വൽ ആണ്. Therefore, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, വേരിയൻസ് ഇതാണെങ്കിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ലാംഡയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇഫ് let x follows Poisson distribution with the parameter lambda, then moment generative function is equal to mx of t which is equal to expectation of e power tx. This is the moment generative function of Poisson distribution which is equal to summation over x equal to 0 to infinity. നമുക്കറിയാം x follows Poisson distribution എന്നറിയാം. അത് Poisson ഡിസ്ട്രിബ്യൂഷനിൽ എക്സിന്റെ വാല്യൂ 0 to infinity എന്നറിയാം. സോ x equal to 0 to infinity e power tx into probability of x equal to x which is equal to summation x equal to 0 to infinity e power tx into lambda power x into e power minus lambda divided by x factorial. This is equal to summation x equal to 0 to infinity lambda e power minus lambda. നമുക്കറിയാം ഈ e power tx നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e power t whole power x എന്ന് എഴുതാൻ പറ്റും. അതുപോലെ lambda power x ഉണ്ട് ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ ഉണ്ട്. ഇനി നമുക്ക് ഈ e power minus lambda-നെ നമുക്ക് വെളിയിലെടുക്കാം, കാരണം e power minus lambda കോൺസ്റ്റന്റ് ആണ്. സോ e power minus lambda summation x equal to 0 to infinity. ഇനി നമുക്ക് ലാംഡയുടെയും e power t-യുടെയും പവർ സെയിം ആണ്. അത് കാരണം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡ e power t whole power x divided by x factorial എഴുതാൻ പറ്റും. So this is equal to e power minus lambda x 0 ആയി കഴിയുമ്പോൾ എന്താകും? 1 ആകും. 1 plus x 1 ആകുമ്പോഴോ lambda e power t divided by 1 factorial plus lambda e power t whole square divided by 2 factorial plus lambda e power t whole cube divided by 3 factorial plus etc. ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യലിന്റെ അതേ ഡെഫിനിഷൻ അതേ ഫോമിൽ തന്നെയാണ് നടക്കുന്നത്. 1 plus x by x 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus etc. പക്ഷെ ഇവിടെ x ന്റെ സ്ഥാനത്തുള്ളത് ലാംഡ e power t ആണെന്നേ ഉള്ളൂ. Therefore mx of t which is equal to
ഇ പവർ മൈനസ് ലാംഡ. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ പവർ എക്സിന്റെ സ്ഥാനത്തുള്ളത് ലാംഡ ഇ പവർ ടി ആണ്. അപ്പൊ ഇ പവർ ലാംഡ ഇ പവർ ടി എന്നാണ്. ദിസ് ഈക്വൽ ടു ഇ പവർ മൈനസ് ലാംഡ പ്ലസ് ലാംഡ ഇ പവർ ടി. ദിസ് ഇസ് ഈക്വൽ ടു ഇ പവർ ലാംഡ ഇൻറ്റു ഇ പവർ ടി മൈനസ് 1. Therefore, the momentary function of a Poisson random variable അല്ലെങ്കിൽ Poisson distribution എന്ന് പറയുന്നത് ഇ പവർ ലാംഡ ഇൻറ്റു ഇ പവർ ടി മൈനസ് 1 ആണ്. താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Poisson ഡിസ്ട്രിബ്യൂഷന്റെ റീപ്രൊഡക്റ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് Poisson ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ലെറ്റ് x1 follows Poisson distribution with parameter lambda 1 and x2 follows Poisson distribution with parameter lambda 2. If x1 and x2 are independent, if x1 and x2 are independent, then x1 plus x2 will follow Poisson distribution with parameter lambda 1 plus lambda 2. This is the additive property or reproductive property of Poisson distribution. That is, if the sum of two independent Poisson distribution will also be a Poisson distribution. Okay. ഇനി നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. Given x1 follows Poisson distribution with the parameter lambda 1 and x2 follows Poisson distribution with the parameter lambda 2. This implies mx1 of t, അതായത് Poisson distributionന്റെ x1 റാൻഡം വേരിയബിളിന്റെ മൊമെന്റ് ജനറേറ്റ് ഫംഗ്ഷൻ is equal to e power lambda 1 e power t minus 1 and mx2 of t, that is moment generated function of the random variable x2, is equal to e power lambda 2 e power t minus 1. Okay, consider the moment generating function of x1 plus x2. mx1 plus x2, this is equal to mx1 of t into mx2 of t. Since x1 and x2 are independent, ഇത് നമ്മുടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് x1ഉം x2ഉം രണ്ട് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആ റാൻഡം വേരിയബിൾസിന്റെ സമ്മിന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ റാൻഡം വേരിയബിൾസിന്റെ കറസ്പോണ്ടിങ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് sum of two independent random variables will be equal to the product of their corresponding moment generating functions. This is equal to e power lambda 1 into e power t minus 1 into e power lambda 2 into e power t minus 1. Okay, this is equal to e power lambda 1 into e power t minus 1 plus lambda 2 into e power t minus 1. This is equal to e power lambda 1 plus lambda 2 into e power t minus 1. അതായത് ഇവിടുന്ന് e power t minus 1 ഈ രണ്ട് ടേമിന് കോൺസ്റ്റന്റ് ആണ്. അത് കാരണം തന്നെ lambda 1 ഈ e power t minus 1 നെ വെളിയിലെടുത്തു. then lambda 1 plus lambda 2 ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. This is which is equal to the moment generated function of Poisson distribution with the parameters lambda 1 plus lambda 2. അല്ലേ, ഇത്
നമുക്കറിയാം if x follows Poisson distribution with lambda ആണെങ്കിൽ mx of t എന്ന് പറഞ്ഞാൽ അതായത് എക്സിന്റെ മൊമെന്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e പവർ ലാംഡ e പവർ t മൈനസ് 1 ആണ് അല്ലേ. ഇവിടെ നമുക്ക് ഇതും കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഈ ലാംഡയുടെ സ്ഥാനത്ത് ലാംഡ 1 പ്ലസ് ലാംഡ 2 ആണ്, ബാക്കിയെല്ലാം സെയിം ആണ്. സോ this is the momentary function of Poisson distribution with parameter lambda 1 plus lambda 2. And നമുക്കറിയാം we know that moment generating function uniquely determines the distribution. Uniquely determines the distribution. അതായത് ഈ ഫോമിലുള്ള momentary function Poisson distribution മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ x1 plus x2ന്റെ momentary function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കിട്ടിയത്. This is of the form of momentary function of Poisson distribution with the parameter lambda 1 plus lambda 2. Therefore, x1 plus x2 follows Poisson distribution with the lambda 1 plus lambda 2. That's all. Thank you.